നൂറ്റാണ്ടുകളുടെ ചരിത്രവും മുഗൾ രാജവംശത്തിൻ്റെ പ്രൗഢിയുമുറങ്ങുന്ന ഡൽഹിയുടെ മണ്ണിൽ കാലത്തെപ്പോലും അത്ഭുതപ്പെടുത്തി നിലകൊള്ളുന്ന ചുവന്ന കല്ലിൽ തീർത്ത അത്ഭുതം. അതെ, ഹുമയൂൺ ടോംബ്. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് പോലും പ്രചോദനമായ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോടുള്ള പ്രണയത്തിൽ തീർത്ത ഒരു പ്രൗഢ നിർമ്മിതി. ആ ഹുമയൂൺ ടോംബിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 376-ാമത്തെ എപ്പിസോഡ്. രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകം. നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി രാജകീയ പ്രൗഢിയോടെ നിലകൊള്ളുന്ന ഹുമയൂൺ ടോംബ്. ഡൽഹി കാണാനിറങ്ങുന്ന ഏതൊരു സഞ്ചാരിയും തീർച്ചയായും കണ്ടിരിക്കേണ്ട രാജ്യത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകമാണ് ഹുമയൂൺ ടോംബ്. ഹുമയൂൺ ടോംബിലേക്കുള്ള പ്രവേശന കവാടത്തിൻ്റെ തൊട്ടു മുമ്പിലായി ആദ്യമായിട്ട് നമ്മളിവിടെ എത്തിയിട്ട് സന്ദർശിക്കുന്നത് ഈസാ ഖാൻ ടോംബാണ്. ആദ്യം അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇവിടെയുള്ളത് ഈസാ ഖാൻ നിയാസി എന്നവരുടെ ഖബറും തൊട്ടടുത്ത് ഒരു മസ്ജിദുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഹുമയൂൺ ടോംബിനേക്കാൾ 20 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈസാ ഖാൻ ടോംബിന്. മുഗൾ രാജവംശത്തോട് യുദ്ധം ചെയ്ത സൂരി രാജവംശത്തിൻ്റെ ഷേർഷാ സൂരിയുടെ കൊട്ടാരത്തിലെ പണ്ഡിതനായിരുന്നു അഫ്ഗാൻ സ്വദേശിയായിരുന്ന ഈസാ ഖാൻ നിയാസി. അഷ്ടഭുജാകൃതിയിലുള്ള ഈ ടോംബ് നിരവധി ചിത്രപ്പണികളെ കൊണ്ടും വർണ്ണമനോഹരമായ ടൈലുകളെ കൊണ്ടും അതിമനോഹരമാക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഈസാ ഖാൻ്റെയും മറ്റു പലരുടെയും ഖബറുകൾ ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. താഴികക്കുടത്തിന് താഴെ മനോഹരമായ ചിത്രപ്പണികളെ കൊണ്ട് മനോഹരമാക്കിയതും നമുക്ക് കാണാം. അതുപോലെ ഒരു മിഹ്റാബ് ഇവിടെ കാണുന്നുണ്ട്. ഖുർആൻ ലിഖിതങ്ങളെ കൊണ്ടും മറ്റുമൊക്കെ അതും മനോഹരമാക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പള്ളി. 1 മീറ്ററോളം ഉയരം വരുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് പള്ളിയുള്ളത്. കമാനാകൃതിയിലുള്ള 3 കുബ്ബകൾ ഇതിന് നമുക്ക് കാണാൻ കഴിയും. പഴയ കാലത്തെ എല്ലാ ചിത്രപ്പണികളും മനോഹരിതയും ഇതിൽ നമുക്ക് കൊത്തുപണികളൊക്കെ നമുക്ക് ഇതിലും കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഹുമയൂൺ ടോംബിലേക്കാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ബാബറിൻ്റെ മൂത്ത പുത്രനാണ് ഹുമയൂൺ. മുഗൾ സാമ്രാജ്യത്തിൻ്റെ 2ാം ഭരണാധികാരിയായ ഹുമയൂണിൻ്റെ ഖബറിടമാണ് ഹുമയൂൺ ടോംബിനകത്തുള്ളത്. ആദ്യ ഗേറ്റ് കടന്നു വന്നാൽ ആദ്യമായി ഈ കാണുന്നത് ബി ഹലീമ ടോംബാണ്. ഇതുപോലെയുള്ള നിരവധി കവാടങ്ങൾ, ഗേറ്റുകൾ കടന്നിട്ട് വേണം ഹുമയൂൺ ടോംബിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരാൻ. 7 വർഷം കൊണ്ടാണ് ഹുമയൂൺ ടോംബിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേക ശില്പികളാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത്. അവർക്ക് താമസിക്കാനായി ഉണ്ടാക്കിയ ഭാഗത്തേക്ക് കടക്കാനുള്ള ഒരു ഗേറ്റായിരുന്നു ഇത്. അറബിക് സറായ് ഗേറ്റ് എന്ന് ഇതിന് പറയപ്പെടും. വീണ്ടും മുന്നോട്ട് ചെന്നാൽ വെസ്റ്റ് ഗേറ്റ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗേറ്റ് നമുക്ക് കാണാം. ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടും മാർബിളുകൾ കൊണ്ടും മനോഹരമായ അതിഭംഗിയുള്ള ഒരു ഗേറ്റാണ് ഇത്. അത് കടന്ന് നേരെ മുന്നോട്ട് ചെന്നാൽ നേരെ മുമ്പിൽ ആ കാണുന്നതാണ് ഹുമയൂൺ ടോംബ്. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് വരെ പ്രചോദനമായ ഒരു ടോംബാണ് ഈ ഹുമയൂൺ ടോംബ് എന്നുള്ളത്. അതിമനോഹരമായ ചാർബാഗ് പൂന്തോട്ടങ്ങളാൽ പച്ച പിടിച്ചു നിൽക്കുന്ന ഈ ഹുമയൂൺ ടോംബിൻ്റെ പരിസരങ്ങൾ അതിമനോഹരം തന്നെയാണ്. ഇതുപോലെയുള്ള പടവുകൾ ചവിട്ടിക്കേറിയിട്ട് വേണം മുകളിലെ അതിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ. പിതാവായ ബാബറിൻ്റെ മരണശേഷം 23-ാം വയസ്സിലാണ് ഹുമയൂൺ ഭരണമേറ്റെടുക്കുന്നത്. പക്ഷേ ഭരണത്തിൽ വേണ്ടത്ര ശോഭിക്കാനായില്ല. ഒരിക്കൽ ഷേർഷാ സൂരിയുമായി യുദ്ധം ചെയ്യുകയും അതിൽ തോറ്റ് നാടുവിടേണ്ടി വരികയും ചെയ്തു. 15 വർഷക്കാലം പേർഷ്യയിലായിരുന്നു ജീവിതം. വീണ്ടും തിരിച്ചെത്തി തൻ്റെ ഭരണസാരഥ്യം തിരിച്ചു പിടിക്കുകയുണ്ടായി. പക്ഷേ ആ ഭരണകാലവും
കൂടുതൽ കാലം നീണ്ടു നിന്നില്ല. 1556 അദ്ദേഹം നിർമ്മിച്ച ഡൽഹി ഓൾഡ് ഫോർട്ടിലെ തൻ്റെ ലൈബ്രറിയിൽ നിന്ന് വീണ് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഇവിടെയാണ് അവരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ഹുമയൂണിന് പുറമെ നിരവധി മുഗൾ ചക്രവർത്തിമാരും കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഖബർ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ മുഗളന്മാരുടെ സംസ്ഥാനം ഡോർമെറ്ററി ഓഫ് മുഗൾസ് എന്നും ഇതിനറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹമീദ ബാനു ബീഗമാണ് മുഗൾ ഇന്തോ ഇസ്ലാമിക് വാസ്തുകലയുടെ പ്രത്യേക രീതിയിൽ ഇത് നിർമ്മിക്കുന്നത്. 1570 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ഡൽഹിയിലെ നിസാമുദ്ദീൻ ദർഗയുടെ അടുത്തായി നിസാമുദ്ദീനിലാണ് ഈ ഹുമയൂൺ ടോംബ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഹുമയൂൺ ടോംബിനെ കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.